എവരിവൺ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു ട്രാവലിങ്ങിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വണ്ടിയിലാണ്. ഞാനിപ്പോൾ മൂന്നാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു മൂന്നാർ ഭയങ്കര അടിപൊളി ക്ലൈമറ്റാണ് അങ്ങനെയൊക്കെ. പിന്നെ എനിക്കൊരു ചെറിയ ആവശ്യങ്ങൾ, പിന്നെ എനിക്ക് 2-3 പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിനൊന്ന് പോയിട്ട് മീറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മൂന്നാർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇന്ന് പോയി, നാളെ അവിടെ നിന്ന് കാന്തല്ലൂർ പോയി, കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് എറണാകുളം വരിക. സോ അപ്പം ഞാൻ വിചാരിച്ചത് ഞാനൊന്ന് പകർത്തിയേക്കാന്ന്. പോകുന്ന വഴിക്ക് ചീയപ്പാറ എത്തി. വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതിനകത്തുണ്ട്. വാട്ടറുണ്ട്, ചെറുതായിട്ട് ഫാൾസ് ഇല്ല. നല്ല വെയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണോ ഈ മൂന്നാറിലെ തണുപ്പ്, കൊടും തണുപ്പ് എന്ന് പറഞ്ഞേന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷ മൂന്നാറിൽ തണുപ്പുണ്ടാകും എന്നായിരുന്നു. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. കാട്ടിൽ കൂടെയുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 2 സൈഡിലുമായിട്ട് തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മൂന്നാർ എത്തി ഗായ്സ്. സോ നമ്മളപ്പോൾ മൂന്നാറല്ല സ്റ്റേ ഉള്ളത്, വട്ടവടയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ മൂന്നാർ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ദൈവമേ ഈ വെയിൽ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഡേ ടൈമിൽ നല്ല ചൂടാണ് ഗൈസ്. നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ ഭയങ്കര തണുപ്പാണ്, 0 ഡിഗ്രി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും അവിടേക്ക് പോകരുത് കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം എനിക്ക് ഞാനും മമ്മിയൊക്കെ വന്ന ഒരു ഓർമ്മയുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുതിര സഫാരി ഉണ്ട്. ഇത് മൂന്നാർ ടൗൺ കഴിഞ്ഞ് മാട്ടുപ്പെട്ടി ഡാം എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഞാനിതിങ്ങനെ ചുമ്മാ കാണിച്ചത് ഇവിടെ കുതിര സഫാരി ഉണ്ടെന്നും പറഞ്ഞിട്ട് കാണിച്ചതാണ്. അതേ കുതിരേനെ കണ്ടു, ഒറ്റ കുതിരേനെ കണ്ടു. സോ ചുമ്മാ ഒന്ന് നോക്കിയതാണ്. ഇനി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്കൂളാണ്, കാർമൽ സ്കൂളാണ്. അപ്പം ഇത് ഭയങ്കര ഈ മലയുടെയൊക്കെ ബാക്കിൽ ഇങ്ങനെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ലൈക്ക് ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുതിര സഫാരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈവൻ വട്ടവട ഈ റിസോർട്ടിലൊക്കെ ഞാൻ പോയിട്ടും ഉള്ളതാണ്. എന്നാലും പിന്നെയും നമുക്ക് ഈ മൂന്നാർ നമ്മുടെ ഈ ഏരിയ ഒക്കെ കാണാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മളൊക്കെ മടുക്കും കുറേ ഈ മൂന്നാർ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും. എന്തോരെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വരുന്നേ അല്ലേ. ഇനിയും കാണാത്ത സ്ഥലങ്ങൾ, പോവാത്ത ഏരിയകൾ, പോവാത്ത ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഇത് പോയി മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഡാമും ഇതുപോലെ തന്നെ, ഇതൊക്കെ എത്ര തവണ കണ്ടിട്ടുള്ളതാണ്. ഡാമിൻ്റെ ഈ ഒരു വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ സൈഡിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ബോട്ടിൽ പോകാനൊക്കെ പറ്റും. എവിടെ ഇറങ്ങിയിട്ടില്ല, കാരണം ഓൾറെഡി എറണാകുളത്ത് നിന്ന് ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഏകദേശം 7 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കറക്റ്റ് പിടിക്കുമ്പോൾ തേയിലത്തോട്ടം കഴിയും കേട്ടോ. ഞാൻ കറക്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കും, തേയിലത്തോട്ടം കഴിയും. പിന്നെ ഞാൻ എടുക്കും, തേയിലത്തോട്ടം കഴിയും. എന്തൊരു മായ. ഇവിടെയോ ആണോ? ഇതിനകത്താ? ഇതെന്തായിരുന്നു? ഞാൻ ഊട്ടിയിലായിരിക്കുന്ന. അപ്പോൾ പോകുന്ന വഴിക്കൊരു സ്ഥലം കണ്ടപ്പം എൻ്റെ കൂടെയുള്ള ചേട്ടൻ പറയാണ് ഇവിടെയാണ് സമ്മറിൻ ബത്ലഹേം ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനതാ പറഞ്ഞു, ഞാൻ ഊട്ടിയിലാണെന്ന് വിചാരിച്ചതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് മഞ്ഞൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കോടയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ എത്താനായെന്ന് തോന്നുന്നു. അതെ, ഇവിടെയാണ് കുറേ, ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറേ ഈ വീടുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ. അവിടുത്തെ എന്താ അതിനൊരു പേര് പറയുമായിരുന്നു, മറന്നുപോയല്ലോ. അവിടെ പിന്നെ അവിടെ കൃഷിയൊക്കെ കാണാൻ പറ്റും. നമ്മളവിടെ വണ്ടി നിർത്തി, നമ്മൾ എവിടെയും നിർത്തിയില്ല. ഇച്ചിരി അങ്ങ് പോകുമ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ നിർത്താം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ വെയിലും ഉണ്ട്, അതിനനുസരിച്ച് നല്ല ഒരു തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അപ്പം ഏകദേശം സമയം ഒരു 4 മണി 4:30 5 മണിയോട് കൂടിയിട്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് പതുക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു.
ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നേരമായില്ലേ വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് മടുത്തു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ആ കാണുന്ന ഈ വഴിക്കിടെ അങ്ങൊരു മലയുണ്ട്. ആ മലയുടെ അങ്ങോട്ട് അവിടെ ഏതോ ഒരു ക്യാമ്പിംഗ് ഉണ്ട് എന്ന് അവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് കേട്ടു. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചു, കുറച്ച് ഫോട്ടോസ്, റീൽസ്, വീഡിയോസൊക്കെ. ഓൾറെഡി ഞാൻ ഈ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇവിടെ ഈ സ്പോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടത്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഭയങ്കര ഭംഗിയാണ് ഇതിലേക്കൂടെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത്. രണ്ട് സൈഡിലും തേയിലത്തോട്ടം ആണെങ്കിൽ പോലും ഒരു സൈഡിലും മല നമുക്കിങ്ങനെ ദൂരേന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ മഞ്ഞ് മീൻസ് ചെറിയ ഒരു ഫോഗ് ഇങ്ങനെ അടിക്കുന്നത് കാണാൻ പറ്റും. ഭംഗിയാണ് ഓരോരോ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് നമുക്ക്. അപ്പം ഞാനിങ്ങനെ മിററിൽ കൂടി എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. രസമുണ്ട് എല്ലാം. ഞാനിപ്പോൾ ടോപ്പ് ഓപ്പൺ ചെയ്തു കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കയറി നിന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വണ്ടിയുടെ മുകളിൽ റൂഫ് ഓപ്പൺ ചെയ്തിട്ട് കയറി നിന്ന് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചുമ്മാ ഒന്ന് കയറിയതാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ പോകാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയല്ലേ. മുകളിൽ കയറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ റോഡ് ആ സ്ഥലത്ത് ഭയങ്കര മോശമായിരുന്നു. അപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ചാടി. അപ്പോൾ വിചാരിച്ചു ഇനി അങ്ങ് ഇരുന്നേക്കാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ തെറിച്ചു പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ തെറിച്ചു പോകും എന്നുള്ളത് കൊണ്ട്. പക്ഷെ നല്ല ഭംഗി. എനിക്കങ്ങനെ കുറേ ടൈം ഇങ്ങനെ അവിടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. കണ്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഇരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വട്ടവട ഏരിയയിലേക്ക് ഫോറസ്റ്റിൽ പോവാണ്. നല്ല രസമാണ്. യൂക്കാലിപ്സിൻ്റെ മരത്തിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു റോഡും അതിലേക്കൂടെ പോകുന്ന ഒരു ഭംഗിയാണ്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ യാത്ര എന്താ പറയുക, ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ മുന്നേ പോയ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും അവളെ ഹസ്ബൻഡ് അവരുടെ വേറൊരു ഫ്രണ്ടൊക്കെ കൂടി ഉണ്ടായിരുന്നേ. അന്നേരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു, രാത്രിയായിരുന്നു. അന്നേരം ഈ സ്ഥലമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ പോയി ഇതേ ഏകദേശം വട്ടവട എത്തിയിട്ടുണ്ട്. നമ്മുടെ വട്ടവട ടൗൺ ഏരിയയിലേക്ക് പാസ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമുക്കിനി കുറച്ച് വെള്ളമൊക്കെ വാങ്ങിക്കണം. ഫുഡൊക്കെ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതേ ഒരു കഴുത പോകണം. കഴുതയാണത് കുതിരയായിരുന്നു, കഴുത തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തണുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വെള്ളം വാങ്ങിക്കാൻ നിർത്തിയ ഗ്യാപ്പിൽ എൻ്റെ ഈ ഒരു സ്വെറ്റർ, ഇതെപ്പോഴും എൻ്റെ കയ്യിലുള്ള ഒരു സ്ഥാനമാണ്. ഞാൻ മണാലിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതങ്ങ് ഇട്ടു. സോ ഏകദേശം 7 മണിയോട് കൂടിയിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ വാതിക്കൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് കയറണം. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി. നമ്മൾ അവിടെ നിന്ന് ഒന്ന് റിസോർട്ടിൻ്റെ വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഡ്രീം വാലി റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞാനതാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, ഡ്രീം വാലിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ എത്താനായപ്പോഴാണ് ഈ റിസോർട്ടിലാണ് പോകുന്നതെന്ന് അറിയുന്നത്. അന്ന് പോയപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഇവിടെ നെറ്റ്വർക്ക് പോലും കിട്ടത്തില്ലായിരുന്നു. ഇപ്പം വൈഫൈ ഉണ്ട്, പക്ഷേ റിസപ്ഷൻ ഏരിയയിലും പിന്നെ നമ്മൾ സ്റ്റേ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ വൈഫൈയുടെ കണക്ഷൻ, ഞങ്ങൾ ചെന്ന സമയത്ത് വൈഫൈയുടെ കണക്ഷൻ എന്തോ മോശമായിരുന്നു. ഇതാണ് എൻ്റെ റൂം. നല്ല ഭംഗിയുള്ള റൂമാണ്. അതെ, ഞാൻ വന്നതുപോലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വാഷ്റൂമാണ്. നല്ല അടിപൊളി വാഷ്റൂം, ക്ലീനൊക്കെയുള്ള ഒരു വാഷ്റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ
ഇതാണ് റൂം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ മുന്നേയും സ്റ്റേ ചെയ്തത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ഇത് ബാൽക്കണിയാണ്. ഇവിടെ വ്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ രാത്രിയായി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും വല്ലാണ്ട് കാണാനൊന്നുമില്ല, എന്നാലും നമുക്കൊരു ബാൽക്കണി വ്യൂ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും അങ്ങ് താഴെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് ടീമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും ബാൽക്കണി നിന്നിട്ട് നോക്കുകയാണ്, പോകണോ വേണ്ടയോ. തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ല, രാത്രിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള തണുപ്പുകളുള്ളായിരുന്നു. അങ്ങനെ ഞാനും അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം, എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളൊന്നും ഇല്ല, എന്നാലും ചുമ്മാ കുറച്ച് പാട്ടൊക്കെ ഇട്ടപ്പോൾ തുള്ളി കുറച്ച് നേരം നിന്നിട്ട് എല്ലാവരുടെ കൂടെ എൻജോയ് ചെയ്തു. ക്യാമ്പ് ഫയർ ആകെ അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു ഇത്. പക്ഷേ തുള്ളി ചൂടെടുത്ത് ആകെ ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരെ തിരിച്ച് റൂമിലേക്ക് പോയേക്കാം. വിശക്കണുണ്ട്. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പിന്നെ വേറൊരു മിനി റൂമുണ്ട്, ആ റൂമാണ്. അപ്പോൾ എനിക്കത് ചോദിച്ചപ്പോഴത്തേക്കും റൂം ഇല്ലായിരുന്നു, ചെറിയ റൂമില്ലായിരുന്നു, ആകെ ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ പുതിയ ടെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ടെൻറ്റാണ് ചോദിച്ചത്, 2 ടെൻറ്റാണ് ചോദിച്ചത്. പക്ഷേ ടെൻറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു റൂം കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു, ഒരു റൂം പേ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പം ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് മുകളിലോട്ട് നടന്ന് കയറി പോകേണ്ട ഒരു ഏരിയ ആണ്. ഇതൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് വന്ന സമയത്ത് ഈ ഒരു ഏരിയയേ ഇല്ലായിരുന്നു ഇവിടെ. മേളിൽ നിന്ന് കാണാം എന്നുള്ളത് മാത്രം താഴോട്ട് വെറുതെ നോക്കാമെന്ന്. പക്ഷേ ഇത് ഭയങ്കര നല്ല ഭംഗി. താഴെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു, കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു, പിന്നെ അവർ ടെൻറ്റ് സെറ്റപ്പ് ചെയ്തു, അങ്ങനെ കുറേ കാര്യം. ക്രിസ്മസ് കഴിഞ്ഞില്ല ചേട്ടാന്ന് പോയിട്ട്. കോവിഡിന് ശേഷം ഒന്നിത്തിരി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കഥയ്ക്ക് ഞാൻ താഴെ നിന്ന് നടന്ന് കയറിക്കൊണ്ടിരിക്കുക മുകളിലേക്ക്. വയ്യാണ്ടായിക്കണു, പ്രായത്തിൻ്റെ ആവാം അല്ലേ. ഉണ്ട്, അത് കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയാസാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ പോകണമെന്നൊക്കെ. സോ റിസോർട്ടിലെത്തി, ക്യാമ്പ് ഫയർ കഴിഞ്ഞു, ചുമ്മാ നടന്നു. ആ കാണുന്ന അങ്ങേയറ്റത്തെ റൂമാണ് താമസിക്കുന്ന റൂം. ഓക്കെ, ചെറിയൊരു തണുപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ക്യാമ്പ് ഫയർ എന്നും പറഞ്ഞാൽ അവിടെ പോയിട്ട് ഭയങ്കര തുള്ളിയിട്ട് ഇപ്പം എനിക്ക് ചൂടായിട്ടിരുന്നു, എനിക്ക് വേർക്കൊന്നും. റൂമിൽ AC ഇല്ല ഗൈസ്. ഇവിടെ അല്ലെങ്കിൽ ആരും AC ഇടത്തില്ല. നമുക്ക് ഇതിലേക്ക് കുറേ, ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട്. അന്ന് ഇത്രയും സംഭവം ഇല്ലായിരുന്നു, ഇവിടെ വരെ ഉള്ളായിരുന്നു. ഇപ്പം ഇതൊക്കെ പുതിയത് പിടിച്ചേക്കാണ്. ഒരു 4 വർഷത്തിന് മുന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിലേക്ക് മുകളിലേക്ക് കയറിപ്പോൾ ദെൻ ഇവിടേക്ക് ആ റൂമിലേക്ക് എനിക്ക് അങ്ങനെ പോകണം. അപ്പം അപ്പോൾ ഇവിടെ നൈറ്റ് വ്യൂവും ഡേ വ്യൂവും ഒക്കെ ഞാൻ കാണിച്ചു. നല്ല ഭംഗിയാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവുകയാണ്. സോ നാളെ നേരം വെളുക്കുമ്പം ഇവിടെ എവിടെയും കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് തിരിച്ച് ഇവിടെ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങിയേക്കാം അല്ലേ. നിങ്ങൾക്ക് എന്താ പരിപാടി? ഒക്കെ ഉറങ്ങിയേക്കാം അല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തിട്ട് 3 ദിവസത്തെ ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ടാണേ. സോ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്, ഉറങ്ങട്ടെ. ബൈ. ഗുഡ് മോർണിംഗ് പീപ്പിൾ. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല കാഴ്ചയാണ് കണ്ടത് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല കോട വന്നിരിക്കുകയാണ്. എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞ് 2-3 കോൾസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഫ്രഷായി റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. പാക്ക് ചെയ്തു. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് കുറേ പേർക്കൊരു സംശയം ഉണ്ടാവുമായിരിക്കാം, അതിനോട് പറയാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സിന് ഇങ്ങനെ ടൂർസ് പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ വട്ടവട. സോ ഇപ്പോൾ ഗസ്റ്റൊക്കെ കയറിയിട്ടുണ്ട്.
പുറത്തുനിന്നുള്ള കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അവരും ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് പേരും ഉണ്ട്. ആ ടീംസ് ഇപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പോകണം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടില്ല, ഞാൻ അവിടെ നിന്ന് വരുന്നതും വന്നിട്ട് ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമ്പ് ഫയറും കാര്യങ്ങളും. ഇനിയിപ്പം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇന്നലെ രാത്രി എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഈ പ്രോപ്പർട്ടി അടിപൊളി. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ, പണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടുതൽ ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ട്. അന്ന് ഇത്രയും ഇല്ലായിരുന്നു കേട്ടോ, ഇന്ന് അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. സോ ഈ ഡെയിലി ഞാൻ നിങ്ങളൊന്നും കൂടെ കാണിച്ചു തരാം അടുത്ത പ്രോപ്പർട്ടി. ഇപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ഇടുന്നത് 2 ദിവസം ഞാൻ പോകുന്നത്. ഗസ്റ്റിനെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുക്കാം. പക്ഷേ 2-3 പിള്ളേരുണ്ടായിരുന്നു, പെൺപിള്ളേർ. അവളുമാരുടെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ്. പൂളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പൂളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് സീനൊക്കെ കിട്ടി. ഞാനിങ്ങനെ സംസാരിച്ച് കോളിലൊക്കെ ആയിരുന്നു. കണ്ടോ, ഞാൻ പണ്ട് വന്നപ്പം ഇവിടെ ഇതുണ്ടായിരുന്നു ഈ സ്ഥലമൊക്കെ, പക്ഷേ താഴോട്ടില്ലായിരുന്നു. ഒരു ദിവസം മമ്മീനെ കൊണ്ട് ഇങ്ങോട്ട് വരണം, മമ്മിയൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വരണം. ഇവിടെ ആയിരുന്നു ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ടെൻറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കോടയുണ്ട്. സമയം 12 മണിയായി, എന്നിട്ടും കോടയുണ്ട്. ഞാൻ ഇറങ്ങാൻ പോവാം അടുത്ത സ്ഥലത്തേക്ക്. ഗസ്റ്റൊക്കെ പോയി. ഇപ്പോൾ ഇതുണ്ടോ, വണ്ടിയൊന്നുമില്ല, ഗസ്റ്റൊക്കെ പോയി. ഇതെന്താണോ മരം? ഇതിലാണ് ഞാൻ താമസിച്ചത്. ഒരു ഗസ്റ്റ് ആ റൂമുണ്ടായിരുന്നു, താഴെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീട് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഇതാണ് നമ്മളുടെ മഹാരാജാസിൽ മരിച്ചൊരു അഭിമന്യു ഇല്ലേ, അഭിമന്യുവിൻ്റെ വീടാണ് കേട്ടോ ഇത്. മുത്തുക്കൾ സിരിക്കും നിലത്തിൽ തെത്തിക്കും നിனைப்பതിരക്കും പൊന്മകൾ വന്നാൽ പൊരുൾ കോടി തന്നാൽ പൂമേട വാസൽ കൊഞ്ചം തേനാക കൺമണി കൊഞ്ചം പനിവോടെ എന്നെ ആളാക്കിലാ അൻപിനെ. ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഈ പാട്ടും പാടിയിരിക്കുന്നത്. ഇന്ന് എത്തൂല എന്ന് തോന്നുന്നു. നമ്മുടെ ഞങ്ങളിപ്പോൾ കുറച്ച് പുറകിലൊക്കെയാ. നമ്മുടെ ഗസ്റ്റിൻ്റെ വണ്ടി 5 വണ്ടി മുമ്പിലാന്ന് തോന്നുന്നല്ലേ, 5 വണ്ടി മുന്നിലാണ്. ഞങ്ങൾ ഓൾറെഡി 12 മണിക്ക് ചെക്കിൻ പറഞ്ഞില്ലായിരുന്നോ? 12 മണിക്ക് ചെക്കിൻ പറഞ്ഞതാ അവിടെ. പക്ഷെ 4 മണിയായാലും എത്തൂലെന്ന് തോന്നുന്നല്ലേ. 4 മണിയായാലും അവിടെ എത്താൻ ചാൻസ് കുറവാണ് ഗൈസ്, കാരണം അതുപോലെ ക്യൂ ഉണ്ട്. എന്ത് ചെയ്യും കേട്ടോ? ഒന്നും ചെയ്യാനില്ല, എല്ലാവരും ചെയ്തോളൂന്നൊക്കെ തെറി കേൾക്കുവോ? ഏട്ടന് പറഞ്ഞിട്ടെന്താ കാര്യം? ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബ്ലോക്ക് ഏട്ടനെ ഉണ്ടാക്കിയതാണോ? താനാണോ അവിടെ നടക്കൊണ്ട് ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ? പക്ഷെ നല്ല രസം. പോളി ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെയൊക്കെ ഉണ്ട് ബ്ലോക്ക്. അത് അവിടുന്നേ രസം വരുന്നുണ്ട് വണ്ടികൾക്ക്. ഇത് കാണാൻ പറ്റില്ല. ഇന്നൊന്നും ഒരു വളവ് തിരിവാണെങ്കിൽ ഞാൻ അവിടെ കാണിച്ചിടാം, അങ്ങോട്ടുള്ള കേട്ടോ. ബ്ലോക്ക് അങ്ങനെ വളഞ്ഞിങ്ങനെ വരും, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുടുങ്ങി കിടക്കും. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുടുങ്ങി. ഈ സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സിൽ ദൈവത്തെ ഓർത്ത് ആരും ഈ പരിസരത്ത് വരരുത്. വട്ടവട മൂന്നാർ ഭാഗത്തേക്ക് നല്ല ബ്ലോക്കായിരിക്കും. ഇതാണ് ആ ബ്ലോക്ക്. കുറേ ദൂരം, ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 2-3 കിലോമീറ്റർ, 2 കിലോമീറ്റർ 3. പുറകോട്ട് ഒരു 2 കിലോമീറ്റർ എടുത്തില്ലേ? പുറകോട്ട് ഒരു 2 കിലോമീറ്റർ ബ്ലോക്ക്. ഫ്രണ്ടിലേക്ക് ഇനി അങ്ങ് പക്ഷെ ഇപ്പം ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇത്ര നേരമായിട്ട് മൂവ് ചെയ്യണില്ലായിരുന്നു ആക്ച്വലി, അല്ലേ?
ഭംഗിയല്ല കാണാൻ വേണ്ടിട്ട്. ഈ കാന്തല്ലൂർ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കാന്തല്ലൂർ മറയൂർ ഏതാ പോണ വഴിയാ. ഇനിയുണ്ടോ നല്ല ഞാൻ വെച്ചാൽ ഇതായിരിക്കും ഏറ്റവും ഭംഗി എന്നൊക്കെ. ഭയങ്കര അടിപൊളി. അങ്ങനെ വട്ടവടയിൽ നിന്ന് തിരിച്ച് നല്ല അടിപൊളി ബ്ലോക്കൊക്കെ കിട്ടി. മൂന്നാർ വീണ്ടും വന്നു. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ മറയൂർ കാന്തല്ലൂർ റോഡിലേക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എല്ലാ പ്ലാനിങ് തെറ്റിപ്പോയി. സ്ഥലം ഒക്കെ കാണാൻ പറ്റും ഒന്നുമില്ലായിരുന്നു. ലേറ്റായി. 2-2.5 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നതിൻ്റെ ബുദ്ധിമുട്ടിൽ ഞങ്ങളപ്പോൾ ഇനിയിപ്പം നേരെ റിസോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ വഴി ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഭയങ്കര ഭംഗി. ഒത്തിരി ദൂരം ഇതുപോലെ 2 സൈഡിലും തേയിലത്തോട്ടമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഏകദേശം ഇരുട്ടാനായിട്ടുണ്ട് കേട്ടോ, കാരണം ലേറ്റ് ആയല്ലോ. 11, 11:30, 12 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഭയങ്കര ഒരു രസമാണ് ഈ യാത്ര. എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കിടെയാണ് പോകുന്നത്. നെറ്റ്വർക്കൊന്നുമില്ല. ഏകദേശം 2 മണിക്കൂർ നെറ്റ്വർക്കൊന്നും ഇല്ലാണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു ബ്രേക്ക്, ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രേക്ക് എടുത്തു. ചെറുതായിട്ട് വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല. എന്നാലും ചെറുതായിട്ട് ഞാനൊരു ഓംപ്ലേറ്റ് എന്തോ കഴിച്ചെന്ന് തോന്നുന്നു. അവനൊരു ചായയും കുടിച്ചു ഈ ചെറിയൊരു കടയിൽ നിന്ന്. അപ്പോഴത്തേക്കും എൻ്റെ ഓംപ്ലേറ്റ് കണ്ടിട്ട് ഒരാൾ ഇവിടെ വന്നു. ഈ ആൾ എൻ്റെ അടുത്ത് കുറേ നേരം എന്നെ നോക്കുന്നുണ്ട്. ഇടങ്കണ്ണൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും തരുമോന്നൊക്കെ. ഞാൻ പിന്നെ പകുതി മുക്കാലും എൻ്റെ മുട്ട ഇവനകത്തുനിന്ന് തീർത്തത്. ദുഷ്ടൻ. പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഞാനങ്ങ് കുടിച്ചു. അതെ, കട്ടൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ ഹോർലിക്സാണ് മെയിനായിട്ട് കുടിക്കുന്നത്. ഹോർലിക്സ് ചോദിച്ചു. അവിടെ ഹോർലിക്സ് ഇല്ല എന്ന് പറഞ്ഞു. കട്ടൻ ചായയൊക്കെ കുടിച്ച് പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു മണിക്കൂറെങ്ങാണ്ടാണ് മീൻസ് പറഞ്ഞേക്കണം 1 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മളവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തേയിലത്തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ലൊരു റോഡ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ റോഡ് നോക്കി പോയിക്കൊണ്ടിരിക്കും. അല്ലല്ലേ, നോർമൽ മരങ്ങളല്ലേ? ഞാൻ ചന്ദനത്തിന് നമ്പർ അടിക്കും അല്ലേ? This is all about sandals tree. Sandal tree. ഫൈനലി വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പം നമ്മൾ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്പോട്ടാട്ടോ. അങ്ങനെ ഇതേ വീണ്ടും കാന്തല്ലൂർക്കിടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ വേറൊരു ചേട്ടനും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തു കേട്ടോ. ചേട്ടനാണ് നമുക്ക് എൻ്റെ വണ്ടിയുടെ പുറകിലിരിക്കുന്നുണ്ടോ. ഈ ചേട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ട്രിപ്പിലുള്ളതാണ്. അപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ പുള്ളി ഇതിനകത്തേക്ക് കയറിയതാണ്. പിന്നെ കുറേ അങ്ങ് ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഓരോരോ താഴെ 2-3 റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് വെറുതെ ഇത് നമ്മുടെ ഫിലിം സ്റ്റാർ അജിത്തിൻ്റെ റിസോർട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് മൊത്തം സ്ട്രോബെറി തോട്ടമാണ് കേട്ടോ ഇവിടെ മൊത്തം. പിന്നെ അങ്ങേ അറ്റത്ത് കാണുന്ന മല ഭ്രമരം ഷൂട്ട് ചെയ്ത പോയിന്റ് ആണെന്ന് ആ ചേട്ടൻ പറഞ്ഞ് കാണിച്ചു തന്നതാണ്. ഇത് കണ്ടോ, ഇത് മൊത്തം സ്ട്രോബെറി തോട്ടമായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി താഴെ കൊണ്ട് ഇട്ടിട്ട് നമ്മുടെ വണ്ടികളെല്ലാം കിടക്കുന്നുണ്ട് അവിടെ. ഈ ജീപ്പിനാണ് നമുക്ക് ഇപ്പം ഈ റിസോർട്ടിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഉള്ള റിസോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗിൾ റിസോർട്ടാണ് കാന്തല്ലൂരുള്ളത്. നല്ല പ്രോപ്പർട്ടിയാണ്, കുഴപ്പമില്ല, അടിപൊളി പ്രോപ്പർട്ടിയാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് പോവാണ്. നമ്മുടെ ഓൺ വെഹിക്കിൾ അങ്ങോട്ട് പോവില്ല കേട്ടോ. അവരുടെ ജീപ്പിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് താഴെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ചെറിയ ഓഫ് റോഡ് പോലെയാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ഇതിൻ്റെ തന്നെ റിസോർട്ടിൽ നിന്ന് തന്നെ ജീപ്പും കൊണ്ട് വന്നിട്ടായിരിക്കും പിക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ അങ്കിൾ തന്നെയാണ് കേട്ടോ. കാരണം അവിടെയുള്ള എല്ലാവരും ബിസിയാണ്, ഇത്രയും ഗസ്റ്റ് അവിടെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും തിരക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം നമുക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ആ അങ്കിൾ തന്നെയാണ്. നല്ലൊരു നൈറ്റ് ഒരു ഓഫ് റോഡ് ഫീൽ ചെയ്തു. ഓഫ് റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ വഴി അത് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ പേടിയാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. മാക്സിമം ഓഫ് റോഡൊന്നും ഞാൻ പോകത്തില്ല. വണ്ടി ഇങ്ങനെ കിടന്ന് കുലുങ്ങും. വണ്ടി മറിയില്ല, ജീപ്പ് മറിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് പേടി എങ്ങനത്തെ വഴി കിടക്കാം. ഞാൻ ഇറങ്ങി നടന്നാലും വേണ്ടില്ല എന്നുള്ള രീതിക്കൊക്കെ. അങ്ങനെ അവസാനം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഇവിടെ പുറത്തേക്കാണ്. എനിക്കൊരു കോളൊക്കെ വന്ന് ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഞാൻ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ കുറച്ച് നൈറ്റ് ഞാൻ വെറുതെ ഒന്ന് കാണിക്കുവാണേ. ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല രസമുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കുളം പോലെ എന്തോ ഉണ്ട്, അപ്പുറത്തും ഉണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ മഡ് ഹൗസാണ്, മഡ് ഹൗസുണ്ട്, പിന്നെ ടെൻ്റുണ്ട്. പിന്നെ നമുക്കവിടെ വരുന്നത് പിന്നെ കുറച്ച് ബാച്ചിലേഴ്സിന് മാത്രം താമസിക്കാനുള്ള ഡോർമെട്രീസ് ഉണ്ട്. പിന്നെ ഇഗ്ലൂ ഹൗസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം രാത്രി ആയതുകൊണ്ട് ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നല്ല ഭംഗി. അവിടെ കുറേ റോസൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓരോ വീടിൻ്റെ മുകളിൽ കൂടിയാണ്. അപ്പോൾ ഡേ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഡേ ടൈമിൽ കാണിച്ചിടാം അവിടുത്തെ ആ ഒരു കറക്റ്റ് വ്യൂ. ഇപ്പം നൈറ്റ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നതാണ്. നല്ല ഭംഗിയില്ലേ നൈറ്റും കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ താമസിക്കുന്ന മഡ് ഹൗസ് കേട്ടോ. അപ്പം അതിലേക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് മഡ് ഹൗസ്. ഇതാണ് ഈ ഉണ്ടാക്കിയ ഇതിൻ്റെ ഓണർ അങ്കിൾ ആദ്യമായിട്ട് എടുത്ത മഡ് ഹൗസാണിത്. ഇവിടെ ഒന്ന് ഇവിടെയുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു റൂമിൽ 2 ബെഡ് ഇടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ട്. ജംഗിൾ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ആ കാണുന്ന മഡ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. നമ്മുടെ ഗസ്റ്റ് അവിടെ ഒരു ഇഗ്ലൂ ഹൗസ് ഉണ്ട്. ഇഗ്ലൂ ഉണ്ട് കേട്ടോ. ഇഗ്ലൂ ഹൗസ് ഉണ്ട്. ഇവിടെ 4 മഡ് ഹൗസൊക്കെ ഉണ്ട്. ഇത് വേറൊരു മഡ് ഹൗസ്. ഇവിടെ ആരുമില്ല. ഇത് ഇതിൻ്റെ ഓണർ ചേട്ടനുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. സോ ഭയങ്കര രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ബാക്ക് വ്യൂ കാണിച്ചു തരാം. ഈ മലയൊക്കെ ഞാൻ രാത്രി ആയതുകൊണ്ടേ ഇതൊന്നും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഭയങ്കര ലൈറ്റ് അടിക്കുന്നല്ലേ. രാത്രി ആയതുകൊണ്ട് ഇതൊന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു 2-3 ദിവസത്തെ, ഇന്നിപ്പം തിരിച്ച് എറണാകുളത്തേക്ക് പോകാൻ പോവാം കേട്ടോ. 3 ദിവസത്തെ ഒരു യാത്രയും 2 ദിവസത്തെ താമസവും എല്ലാം കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്ക് പോവാൻ പോവുകയാണ്. അപ്പം നിങ്ങളെ ഈ ഡേ ടൈമിലും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ബിക്കോസ് ഞാൻ റെഡിയായി വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് ഇറങ്ങണം. ഡേ ടൈമിൽ നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ, അതാട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ചെടികൾ. അതാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ കേട്ടോ. ഇതൊരു ചെറിയൊരു പോണ്ടാണ്, ഒരു ചെറിയൊരു കുളം പോലെയാണ്. ആ കുളത്തിൻ്റെ സൈഡിൽ അരയന്നുണ്ട് കേട്ടോ. അരയന്നാണോ താറാവാണോ എന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പം സോ ഇവിടെ ഒരു 4-5 മഡ് ഹൗസ് എങ്ങാണ്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അരയന്നോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. കലങ്ങിയിരിക്കുന്ന വെള്ളമാണ്, പക്ഷേ കുറേ ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് കുറച്ച് അപ്പുറത്തെ ഇഗ്ലൂ ഹൗസും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇതാ എൻ്റെ മഡ് ഹൗസ്, ഞാൻ താമസിക്കുന്ന മഡ് ഹൗസിൻ്റെ മുകളിൽ ഞാൻ ഇന്നലെ രാത്രി കാണിച്ചു തന്നില്ലായിരുന്നു. ഇവിടുത്തെ അങ്കിള് ഇതിൻ്റെ ഓണർ ആദ്യം താമസിച്ച സ്ഥലമാണ്. അപ്പോൾ പുള്ളിക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും എഴുതാനൊക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയ പോർഷൻ കൂടി ആയിരുന്നു ഇതെന്ന് അങ്കിളിങ്ങനെ പറയുന്ന കേട്ടായിരുന്നു കേട്ടോ. അവിടെ ഒരാൾക്ക് കിടക്കാനുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ട്, പക്ഷേ ഭയങ്കര അഴുക്കായിട്ട് അവിടെ ഇരിക്കുന്നത്. കിടക്കാൻ പക്ഷെ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പേടിയാവണല്ലോ, പാമ്പിനെ പോലെയൊക്കെ തോന്നും. അയ്യോ, അയ്യോ. ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ കാണിച്ചില്ലേ, ആ ഒരു സെയിം മഡ് ഹൗസാണ്. ആ മഡ് ഹൗസിൻ്റെ മുകളിൽ നോക്കിക്കേ, എന്ത് ഭംഗിയായിട്ട് റോസാപ്പൂ അതിൻ്റെ മുകളിൽ കൂടെ കയറ്റി വിട്ടിട്ട് ഇതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ പ്രോപ്പർട്ടീനെ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇത് ഇവിടെ ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു, ബ്ലാക്ക്ബെറി ബ്ലൂബെറി എന്തോ ഒന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഈ കളറിൽ നിൽക്കും. ഇതിന് ബ്ലാക്ക് കളർ, ബ്ലാക്ക്ബെറി അല്ലല്ലോ ബ്ലൂബെറി. എനിക്കറിയില്ല.
അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടുത്തെ ഇഗ്ലൂ ഹൗസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അത് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം എനിക്ക് റൂം എടുക്കണം എന്ന് വിചാരിച്ചാൽ അവിടെയാണ്. പക്ഷെ നടന്നില്ല. അവിടെ ബുക്കിംഗ് ഓൾറെഡി ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടിയില്ല. അവിടെ കുറേ അരയന്നം നിൽക്കുന്നത്, താറാവ് നിൽപ്പുണ്ട്. അപ്പം ഞാനപ്പോൾ ഇഗ്ലൂ ഹൗസിൻ്റെ ഉള്ളൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ് അങ്ങോട്ട്. ഈ പരിസരമൊക്കെ കണ്ടിട്ട് വേണമല്ലോ നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ഇറങ്ങാൻ വേണ്ടി. ഇതേ ഇരിക്കുന്നു, സൂം ചെയ്ത് നോക്കാട്ടോ. അതായിരിക്കുന്നു നമ്മുടെ താറാവാണോ, താറാവായിരിക്കുമല്ലേ, താറാവ് വരെയുണ്ടോ വട്ടവർ എനിക്കറിയില്ല. കുഴപ്പമില്ല. നമുക്ക് ഇതാണ് 3 എണ്ണേ ഉള്ളൂ ഇവിടെ ഇഗ്ലൂ ഹൗസ്. ഇതേ 1, 2, 3 ഈ 3 ഇഗ്ലൂ ഹൗസേ ഉള്ളൂ കേട്ടോ. അതിലൊരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ കിട്ടിയില്ല, അവിടെ താമസിക്കാൻ കിട്ടിയില്ല. പക്ഷേ ഞാൻ അവിടെ നമ്മളറിയുന്ന ടീം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ പറയുക ഭയങ്കര തണുപ്പാണെന്ന്, ഒരു രക്ഷയില്ലെന്ന്. അതിന് തൊട്ടടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാണെന്നാണ് അവൾ പറഞ്ഞത്. ലിനിയ എന്നാണ് പേര് കേട്ടോ പുള്ളിക്കാരത്തി പറഞ്ഞത്. രാത്രിയിൽ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ മൊത്തം ചെക്കൗട്ട് ചെയ്യാൻ പോകണം, വൃത്തികേടായിട്ടിരിക്കുകയാണ്, ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ജസ്റ്റ് ആളുടെ മോളും പിന്നെ ആളുടെ ബ്രദറിൻ്റെ കുട്ടിയാട്ടോ അവിടെ ഇരിക്കുന്നത്. ഞാനപ്പോൾ അതൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങുക ഈ പരിസരമൊക്കെ കണ്ടിട്ട്. സോ കുറച്ച് കത്തിയാണെങ്കിൽ പോലും രസമാണ്. നമുക്ക് ഒരു ദിവസമൊക്കെ ഫുള്ള് കിട്ടണം, നിൽക്കണം. രാവിലെ പോയിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്ത് ഫുൾ ഡേ അതിലേക്കിടയൊക്കെ കറങ്ങി. പക്ഷെ ഭയങ്കര ചൂടാട്ടോ നമുക്ക് ഡേ ടൈമിൽ. നൈറ്റാണ് പിന്നെയും ഓക്കെ. അപ്പോൾ ഓരോരുത്തരായിട്ട് ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓരോരുത്തർ താഴെ വണ്ടിയിൽ കൊണ്ടാക്കിയിട്ട് ജീപ്പിന് സഫാരി പോകാനുണ്ട്. ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്. പക്ഷേ അതിന് ശേഷം എനിക്ക് ഇത്തിരി നേരത്തെ പോകാനുണ്ട്. ബിക്കോസ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് 2-3 സ്ഥലം കണ്ടതിന് ശേഷം 2 സ്ഥലം കണ്ടതിന് ശേഷം ഞാനിവിടുന്ന് പോകും കേട്ടോ. എനിക്കിറങ്ങാനുള്ള ജീപ്പ് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബാഗൊക്കെ കയറ്റി വെച്ചു, ലഗേജ് താഴെ വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ആൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് താഴെ വരെ പോയി അവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണം. എല്ലാവരും ചെക്കൗട്ട് ടൈം ആയല്ലോ. സോ വീണ്ടും രാവിലെ ഡേ ടൈം ഓഫ് റോഡ് മീൻസ് അവരുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇങ്ങനെയൊക്കെ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, എൻ്റെ നാട് കണ്ണൂരാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എൻ്റെ നാട് കണ്ണൂരാണല്ലോ. അപ്പോൾ കണ്ണൂർ എൻ്റെ ഒരു മമ്മിയുടെ ചേച്ചിയുടെ വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് പണ്ട് ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. ഇതുപോലെ ജീപ്പൊക്കെ കയറിയിട്ട് പോകുമായിരുന്നു, ഞങ്ങൾ നടന്നൊക്കെ പോകുമായിരുന്നു. അപ്പോൾ വഴി ഇങ്ങനെയായിരുന്നു ഉള്ളത്. ആ ഓർമ്മയൊക്കെ എനിക്ക് വരിക. ആ നാട്ടിൽ പോയ പണ്ട് കുഞ്ഞിലേ കാര്യം കേട്ടോ പറയണേ. ഇപ്പം ആൻറ്റി ഇല്ല, ആൻറ്റി അങ്കിളും ഇല്ല, മരിച്ചു. പിന്നെ അവരുടെ സ്ഥലം മാറി, അവിടെ നിന്ന് അവർ ടൗണിലേക്കൊക്കെ വന്നു, ആ വീടൊക്കെ വിറ്റു. പക്ഷെ ഇപ്പോഴും ആ വീടൊക്കെ അവിടെയുണ്ട്. ഇപ്പോൾ റോഡ് എന്തോ ചെറിയ ടാറിടുമുണ്ട്, ടാറല്ല എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു, എനിക്കറിയത്തില്ല. ആ ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഇനി താഴേക്ക് പോവാണ്. താഴെ കണ്ടതിന് ശേഷം നേരെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം. ആ ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ അങ്ങനെ 2 ദിവസത്തെ എൻ്റെ ഈ ഒരു വട്ടവട ആൻഡ് കാന്തല്ലൂർ യാത്ര വൈൻഡപ്പ് ചെയ്യാണ്. ഞാനിപ്പോൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകാൻ പോവാണ്. അടിപൊളിയായിരുന്നു, നല്ല ക്ലൈമറ്റ്. ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വട്ടവടയിൽ അത്ര കിട്ടിയില്ലെങ്കിലും ഇവിടെ നല്ല. പിന്നെ ഞാൻ ഗസ്റ്റിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് പിന്നെ ഓക്കെ. പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. കാരണം ഞാൻ കാന്തല്ലൂർ മറയൂർ ഭാഗം ആദ്യമായിട്ടാണ് വരുന്നത്. സോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീട്ടിലേക്ക് കാണാം.